വിദ്യാഭ്യാസത്തിന് വായനശാലയിൽ പോവുക. ഒരു ഭ്രാന്താലയം എന്ന് വിദ്യാലയങ്ങളെയും കേരളത്തെ വിശേഷിപ്പിക്കുന്ന കാലത്ത് കോളേജിൽ പോകാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ഒരു ടീച്ചർ കുട്ടികളുടെ മുമ്പിൽ, മനസ്സുകളുടെ മുമ്പിൽ മനസ്സറിയുന്ന ഒരാളായി തീരുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ അങ്ങനെ ടീച്ചർ പോസ്റ്റിലേക്ക് പോകുന്നത്. ആദർശശുദ്ധിയൊക്കെ നല്ലതാണ്. മഹാത്മാഗാന്ധി എന്ത് നേടിയെന്ന് എന്നോട് ചോദിച്ചു. പൂവിൽ ഒളിഞ്ഞിരിക്കുന്നതായ പ്രാണി തലയിൽ ചൂടുമ്പോൾ തലയിൽ കയറാൻ ഇടയാകുന്നു. ആ കല്യാണത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വനവാസകാലത്തെ അക്ഷയനിധി എന്നാണ്. എൻ്റെ ജീവിതത്തെ ഉരുക്കിയെടുത്ത ഒരു സന്ദർഭമുണ്ട്. NU പൗലോസ്, ഞാറ്റുതൊട്ടിൽ, കുഴിയറ, കര, ചോറ്റാനിക്കര PO. ഇതാണ് മേൽവിലാസം. ഞാൻ ജനിച്ചത് വീടിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, കണ്യാട്ടുനിരപ്പ്. അതാണ് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം, കണ്യാട്ടുനിരപ്പ്. കണ്ണ് കെട്ടുന്ന നിരപ്പ് എന്നാണ് അതിൻ്റെ ഒരു ശരിയായ പേര്. ഈ കണ്ണുകെട്ടുന്ന നിരപ്പ് എന്നതിൻ്റെ ഒരു അർത്ഥം, ഒരു വ്യാഖ്യാനമുണ്ട്. പകൽ പോലും വഴിയാത്രക്കാർ കണ്ണ് കെട്ടി വഴി അറിയാതെ പോകുന്ന ഒരു സ്ഥിതിയാണ് അവിടെ എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഐതിഹ്യമാണ്. അതുകൂടാതെയും പല കാര്യങ്ങളും ഉണ്ട് അവിടെ. അങ്ങനെയൊരു സ്ഥലമാണ് എൻ്റെ വീടിൻ്റെ ജനിച്ച സ്ഥലം. ഞാൻ അവിടുന്ന് 1975 ആ വീട് ഞാൻ മാറി താമസിക്കേണ്ടി വന്നു. ഞങ്ങൾ 3 ആണുങ്ങളാണ്. 3 ആണുങ്ങൾ ഒരേ ദിവസമാണ് മാറി താമസിക്കുന്നത്. അത് 1975 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നിടത്ത് വന്ന് താമസിക്കുന്നത്. അത് കൊച്ചി തിരുവാങ്കൂർ അതിര. ഞാൻ ജനിച്ച വീട് തിരുവാണൂർ പഞ്ചായത്തും ഞാനിപ്പോൾ താമസിക്കുന്ന ചോറ്റാനിക്കര പഞ്ചായത്തുമാണ്. അപ്പോൾ ഇത് തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ അവിടെ കേൾക്കുന്ന ദൂരേ ഉള്ളൂ. അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന. പുതിയ സ്ഥലം മേടിച്ചതാണ്. മനോഹരമായ ഒരു വയലിൻ്റെ അരികിലാണ്. കാണാനൊക്കെ വളരെ സുന്ദരമായ സ്ഥലമാണ്. അവിടെ എനിക്ക് എന്നെ ദൈവം തമ്പുരാൻ വരുത്തുക ചെയ്തത്. അത് ഒരു എൻ്റെ ദിവ്യാനുഭവ സാക്ഷ്യം ഒരു പുസ്തകത്തിൽ ഞാൻ ഇവയെക്കുറിച്ച് പറയുന്നുണ്ട്. വീട്ടിൽ ഞങ്ങൾ 8 അംഗങ്ങളാണ് ഉള്ളത്. അതിലിപ്പോൾ ഞാനും എൻ്റെ മൂത്ത സഹോദരി പെങ്ങളുണ്ട്. ഇവർ 2 പേരേ ഉള്ളൂ. ബാക്കി 6 പേരും പോയി. മാതാപിതാക്കളും ഗ്രാൻഡ് മദറും സഹോദരങ്ങളും മറ്റെല്ലാവരും പോയി. ഞങ്ങൾ 2 പേരാണ് സഹോദരങ്ങളായിട്ടുള്ളത്. എനിക്ക് 3 പെൺമക്കളാണ്. മേരി പോള്, എൽമി പോള്, നിഷ പോള്. ഇവർ 3 പേരും 3 മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ഭർത്താക്കന്മാർക്കും ജോലിയാണ്. 3 സുഖവും സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടുന്നു. ഞാനും അങ്ങനെ തന്നെ. ഇതാണ് എന്നെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു മുഖവുര. എൻ്റെ പഠനകാലവും മറ്റ് ജീവിതകാലവും വിവാഹവും മറ്റുമെല്ലാം വേദനാജനകമായ അനുഭവങ്ങളുടെ മധ്യത്തിലാണ്. അതേക്കുറിച്ചൊക്കെ വിവരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എന്നാലും ഓർത്ത് പോവുകയാണ്. ഞാൻ 1960 വെണ്ണിക്കുളം ഹൈസ്കൂളിൽ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവിടെ നിന്ന് 60 മാർച്ചിൽ SSLC ജയിച്ചെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്ന് പഠിക്കണമെന്നുള്ളതല്ല ഒരു ഇത്. പണി ചെയ്യണം, എന്തെങ്കിലും വീട്ടിൽ വേല ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. പഠിക്കണമെന്നുള്ള കാഴ്ചപ്പാട് കുറവായിരുന്നു. എങ്കിലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഠിച്ചു, ജയിച്ചു. ഞാൻ SSLC പരീക്ഷ എഴുതാൻ പോയത് മുളന്തുരുത്തി ഹൈസ്കൂളിലാണ്. അവിടേക്ക് 5 മൈൽ നടക്കണം. ഈ നടക്കുന്ന കാലത്ത് സമയത്ത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നേക്കാവുന്ന ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. അത് ഞാനൊന്ന് വിലയിരുത്തിയിട്ട് അതിൻ്റെ ആൻസർ ഞാൻ തന്നെ പറഞ്ഞ് അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഈ 1.5 മണിക്കൂർ കൊണ്ട് അന്നത്തെ വിഷയം ഏതാണ്ട് ഈ നടപ്പിലാണ് പഠിക്കുന്നത്, ഓർത്തോർത്ത് പഠിക്കുന്നത്. അങ്ങനെയുള്ള പഠനം കൊണ്ടാണ് ജയിച്ച് കിട്ടുന്നത്. ജയിച്ചിട്ട് ഞങ്ങൾ 50 പേരെ SSLC എഴുതിയത്. 25 പേരെ ജയിച്ചോളൂ. ആ കൂട്ടത്തിൽ ഞാനും പെട്ടു. എന്നെ ദൈവം തള്ളിവിട്ടതാകാനാണ് സാധ്യത. എനിക്ക് ഹിന്ദി വിഷയം വളരെ മോശമായിരുന്നു. ബാക്കിയെല്ലാം ബ്രൈറ്റായിരുന്നു. വന്നപ്പോൾ ഞാനും ജയിച്ചു, കടന്നുകൂടി. എൻ്റെ കൂട്ടുകാർ പലരും കോളേജിൽ പോയി.
എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ വളരെ ദുഃഖിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനങ്ങനെ ദുഃഖിക്കുകയല്ല പതിവ്. ഞാനൊരു പ്രൊവർബ് വായിക്കാൻ ഇടയായി. പതനത്തിന് നിങ്ങൾ കോളേജിൽ പോവുക, വിദ്യാഭ്യാസത്തിന് വായനശാലയിൽ പോവുക എന്ന് ചൊല്ലി ഞാൻ അടുത്തിടെ പഠിക്കാനിടയായി. അപ്പോൾ ഒരു ഭ്രാന്താലയം എന്ന് വിദ്യാലയങ്ങളെയും കേരളത്തെയും വിശേഷിപ്പിക്കുന്ന കാലത്ത് കോളേജിൽ പോകാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. അന്ന് എല്ലാവരും പോകുമ്പോഴും ഞാൻ നോക്കി കാണുമ്പോൾ അവർ കോളേജിൽ പോകുന്നു, ഞാൻ വേല ചെയ്യുന്നു, എനിക്ക് വേല ചെയ്യുന്ന സന്തോഷമായിരുന്നു. അങ്ങനെയുള്ളതായ കാലങ്ങളൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ അതൊന്നിനും ദോഷത്തിനല്ല, എല്ലാം നന്മയ്ക്കായിരുന്നു എന്നാണ് എൻ്റെ ആ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ ഞാനതൊക്കെ വിവരിക്കുന്നുണ്ട്. സംഭവിച്ചതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തെ ഉരുക്കിയെടുത്ത ഒരു സന്ദർഭമുണ്ട്. 1963 എൻ്റെ അടുത്ത് ഒരു സെൻറ്റ് മേരീസ് ഹൈസ്കൂളുണ്ട്. അന്ന് UP സ്കൂളായിരുന്നു. അവിടെ അന്ന് സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്ന സമയമാണ്. അപ്പോൾ കെട്ടിടങ്ങൾ പണിയാൻ കുറേ പണം വേണം. അതിനെ മാനേജർ ചിലരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ, കുറേ പണം വേണം, സ്കൂളിലേക്ക് വന്നാൽ പഠിപ്പിക്കാം, ടീച്ചറായിട്ട് നിയമിച്ചോളാം, നിയമനമൊക്കെ പോയി ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോൾ, അന്ന് ട്രെയിനിങ് ഇല്ലാത്തവരൊക്കെ നിയമിക്കുന്നുണ്ട്, വരുമ്പോൾ സ്ഥിരം ജോലി തന്നോളാം എന്നുള്ള വ്യവസ്ഥയിൽ ഞാൻ അവിടെ ജോലിക്ക് പോയി. ഈ ജോലിക്ക് പോകുന്നത് വാസ്തവത്തിൽ സത്യത്തിൽ എൻ്റെ ഇഷ്ടത്തിനല്ല, മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടാണ്. 8 മക്കളുണ്ട്. ഒരാളെങ്കിലും ഒരു സർക്കാർ ജോലിയോ അല്ലെങ്കിൽ ശമ്പളം മേടിക്കുന്ന ഒരു ജോലിയിലായി ഈ കൃഷിവേല കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രൊഫഷൻ വേണമെന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ടാണ് എന്നെ വിടുന്നത്, ഞാനതിന് പോകുന്നതും. ഞാൻ അവിടെ 2 വർഷം ജോലി ചെയ്തു. 1 വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തിൽ 63-64 ഒരു വർഷത്തിൽ ഒരു ഡിവിഷൻ അവിടെ അബോളിഷ് ചെയ്തപ്പോൾ എൻ്റെ നിയമനവും പാസ്സാകാതെ ഒന്ന് പ്രശ്നം, എനിക്കതിനേറ്റത്. അങ്ങനെ അവിടെ 2 വർഷം ജോലി ചെയ്തു. 2-ാം വർഷവും നിയമം അംഗീകരിക്കാതെ വന്നപ്പോൾ മാനേജറുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂർ പോകാൻ പറഞ്ഞു എന്നോട്. ഞാൻ ബാംഗ്ലൂർ പോയി. അവിടുന്ന് അധ്യാപക പരിശീലനം നേടി. ആ കാലങ്ങളെല്ലാം എൻ്റെ സുവർണ്ണ കാലങ്ങളാണെന്ന് പറയാം. അന്ന് എനിക്ക് LICയുടെ ഏജൻസി ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ ഞാൻ ബിസിനസ് ചെയ്യുമായിരുന്നു. അന്ന് 1962 കാലങ്ങളിലെല്ലാം ഒരു UP സ്കൂൾ അധ്യാപനം കിട്ടുന്ന ശമ്പളം 150 രൂപ താഴെയാണ്. അന്ന് എനിക്ക് ഏജൻസിയിൽ നിന്ന് എനിക്ക് 500 രൂപ 600 രൂപ ശരാശരി ഒരു മാസം കിട്ടുമായിരുന്നു. അപ്പോൾ ഈ 500 രൂപ വരുമാനം കളഞ്ഞിട്ട് ഈ 150 രൂപ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനതിലേക്ക് തിരിഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അത്. അധ്യാപകൻ എന്നുള്ള എൻ്റെ കാഴ്ചപ്പാട്, ഒരു ടീച്ചർ കുട്ടികളുടെ മുമ്പിൽ, മനസ്സുകളുടെ മുമ്പിൽ മനസ്സറിയുന്ന ഒരാളായിത്തീരുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ അങ്ങനെ ടീച്ചർ പോസ്റ്റിലേക്ക് പോകുന്നത്. അധ്യാപക പരിശീലനം കഴിഞ്ഞു. അപ്പോൾ ഈ സ്കൂളിൽ അൺട്രെയിൻഡ് ടീച്ചേഴ്സ് കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ എന്നേക്കാൾ സീനിയറാണ്. അവരൊക്കെ നിയമിച്ചുകൊണ്ടിരുന്നു. 70 ഒരു പോസ്റ്റ് വന്നു. അന്ന് ഞാനാണ് അതിലെ ഒരു ബെറ്റർ ക്ലൈൻറ്റ്. എനിക്ക് ആ പോസ്റ്റ് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അത് ആവശ്യപ്പെട്ടെങ്കിലും ഒരു ചെറിയ തടസ്സം മാനേജർ പറയാനിടയായി. അതിനു മുമ്പ് മാനേജറുടെ നിർദ്ദേശപ്രകാരം ഈ 63-64 ഒരു ഡിവിഷൻ അബോളിഷ് ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് എറണാകുളത്ത് കോടതിയിൽ ഒരു കേസ് കൊടുക്കാൻ പറഞ്ഞു എന്നോട്. ആ ഡിവിഷൻ നിലനിർത്താനും ശമ്പളം കിട്ടാനും വേണ്ടിയിട്ട്. ആ മാനേജർ പറഞ്ഞ് ഞാൻ അനുസരിച്ചു. എനിക്ക് അനുസരിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത്. ബാംഗ്ലൂരിൽ ഞാൻ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ സ്കൂളിൽ നിന്ന് വെറുതെ കയറിപ്പോയതാണ്. മാനേജർ പറഞ്ഞു, ഞാനതങ്ങോട്ട് അനുസരിച്ച് കേസിന് പോയി. കേസ് വിധി വന്നപ്പോൾ അന്ന് ഗവൺമെൻറ് പ്രിയേറ്റർ വടക്കൂട്ടി വിശ്വനാഥ മേനോനാണ്, വിശ്വനാഥ മേനോൻ ഗവൺമെൻറ് പ്രിയേറ്റർ. എൻ്റെ വക്കീൽ നല്ല ഒരു പ്രബലനായ വക്കീലായിരുന്നു. അദ്ദേഹം വളരെ ശക്തമായിട്ട് വാദിച്ചു, മാനേജറുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ ഡിവിഷൻ അബോളിഷ് ചെയ്തത്. അതുകൊണ്ട് ഈ ശമ്പളവും അലവൻസും എല്ലാം മാനേജർ കൊടുക്കാൻ പറഞ്ഞ് വിധിച്ചു. അപ്പോൾ മാനേജർ അന്ന് അതിന് വക്കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എക്സ്പേർട്ട് വിധിയായിരുന്നു. അപ്പോൾ ഈ വിധിക്ക് വീണ്ടും എന്നോട് അപ്പീൽ പോകാൻ പറഞ്ഞു മാനേജർ. അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാനും മാനേജറും കൂടി ഒത്തുകൊണ്ട് ഇല്ലാത്ത ഡിവിഷൻ ഉണ്ടാക്കി ഫാൾസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടാണ് ഡിവിഷൻ ഉണ്ടാക്കിയതെന്നും അത് മിസ് റെപ്രസെൻറ്റേഷൻസ് നടത്തിയതാണെന്നുമാണ് അവർ വാദിച്ചത്. അതിൽ ഞാൻ പങ്കാളിയല്ല എന്ന് കണ്ടതുകൊണ്ടാണ് എനിക്ക് കേസ് പ്രകാരമുള്ള ശമ്പളവും അലവൻസും എല്ലാം പറഞ്ഞ് വിധിച്ചത്. അപ്പോൾ ഇതിൽ എന്നോട് അപ്പീൽ പോകരുത്, പോയാൽ അവരുടെ വാദം ശരിയാവും, അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അപ്പീൽ പോകരുതെന്ന് എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു. മാനേജർ പറഞ്ഞു അപ്പീൽ പോകണമെന്ന്. ഈ ഒരു അഭിപ്രായം ഭിന്നത കൊണ്ട് എനിക്കവിടെ പോസ്റ്റ് തന്നില്ല. ഞാൻ താണുകയാണ് അപേക്ഷിച്ചു. അന്ന്
കേരള ഭക്ഷ്യവകുപ്പ് മന്ത്രി, സിവിൽ സപ്ലൈസ് മന്ത്രി പോൾ പി മാണി എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയി. അവരും സ്കൂൾ മാനേജരും ഞങ്ങളെല്ലാം ഒന്നിച്ച് കഴിയുന്നതാണ്. അച്ഛനോട് പോയി ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പോൾ പി മാണിയോട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോകുന്നില്ല, ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കേസിന് പോകാമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എനിക്ക് പോൾ പി മാണി തന്നു. ലെറ്റർ കൊടുത്തത് AC ജോസിനാണ്, അഡ്വക്കേറ്റ് AC ജോസ്. നമ്മുടെ സ്പീക്കറായിരുന്ന ഒരു AC ജോസുണ്ട്, അദ്ദേഹമായിരുന്നു അഡ്വക്കേറ്റ്. അദ്ദേഹത്തിനാണ് കേസ് കൊടുത്തത്. അതൊക്കെ ചുരുക്കി പറഞ്ഞാൽ, ആ കേസിൽ DOൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഞാൻ മൈസൂർ ട്രെയിനിങ്ങാണ്, TCH ആണ് എനിക്ക്. അത് കേരള TTCക്ക് ഇക്വലൻ്റ് അല്ല, അത് വ്യത്യസ്തമാണെന്ന് പറഞ്ഞ് DO ഒരു ഓർഡർ ഇട്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഹൈക്കോടതിക്ക് റിട്ട് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ റിട്ട് ഫയൽ ചെയ്തപ്പോൾ ബാലകൃഷ്ണൻ ഏറാടി, ജസ്റ്റിസ് ബാലകൃഷ്ണൻ ഏറാടി ബെഞ്ചിലാണ് കേസ് വരുന്നത്. ബാലകൃഷ്ണൻ ഏറാടി അതിന് വിധിയിട്ടത് ഇങ്ങനെയാണ്, DOൻ്റെ കണ്ടെത്തൽ തെറ്റാണ്. ആ ബാലകൃഷ്ണൻ ഏറാടി ബെഞ്ചിൽ തന്നെ ഈ ബാംഗ്ലൂർ TCH കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു കേരള TTC എന്നാണ് അത് കണ്ടത്. അതുകൊണ്ട് DO റിവൈസ് ദി മാറ്റർ വിത്തിൻ 3 months എന്ന് പറഞ്ഞ് വീണ്ടും DOയ്ക്ക് അതിനെ വിട്ടു. DOയുടെ പേര് ഞാനൊന്നും പറയുന്നില്ല, വളരെ കഷ്ടകരമായൊരു സ്ഥിതി അവിടെ ഉണ്ടായത്. എൻ്റെ വക്കീൽ വരാൻ പോലും DO സമ്മതിച്ചില്ല. DO വന്ന് അവിടെ ഒരു വളരെ ധീരമായ ഒരു ഭീകരത അന്തരീക്ഷം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ വക്കീലില്ല, ഇതാണെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഡിപ്രസ്സാക്കി ഇല്ലായി. അവർ അങ്ങനെ ഇരുന്നു. ഹിയറിങ് നടത്തിയതായിട്ട് വരുത്തി അവർ രണ്ടാമതൊരു ഓർഡർ ഇട്ടു. ആദ്യത്തെ ഓർഡർ എൻ്റെ ട്രെയിനിങ് അംഗീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഓർഡർ, അറ്റ് ദ ടൈം ഓഫ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് VK രാജമ്മ, മാനേജർ വാസ് നോട്ട് അവെയർ ദാറ്റ് NU പോലീസ് വാസ് ക്വാളിഫൈഡ് എന്നാക്കി മാറ്റി. എനിക്ക് പകരം നിയമിച്ചൊരു ടീച്ചറെ നിയമിക്കുമ്പോൾ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വരും മാനേജർ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് എന്നെ പോസ്റ്റ് ചെയ്യാതിരുന്നതെന്ന് ഒരു ഓർഡർ ഇട്ടു രണ്ടാമത്. അതേ സമയത്ത് അറിഞ്ഞിരുന്നു എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട്. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വരും മാനേജർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് എവിഡൻസ് ഉണ്ട്, പേപ്പറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ടാമത് റിട്ട് ഫയൽ ചെയ്തു. അവിടെ പ്രത്യേകം ഒരു വസ്തുത പറയേണ്ടതുണ്ട്. അത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജുഡീഷ്യറി ഇറ്റ് ഈസ് അത് പരിപാവനമാണ്, പരിശുദ്ധമാണ്. പക്ഷേ ജുഡീഷ്യറിയിൽ മറ്റുള്ളവരുടെ ഇടപെടൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. AC ജോസ് എൻ്റെ കേസിൽ നിന്ന് മാറി മറുപക്ഷം പിടിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ, മറുപക്ഷം പിടിക്കുകയാണ് ചെയ്തത്. അത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിക്കറിയില്ല. ഒരു കോംപ്രമൈസിലേക്ക് വരുത്തുക എന്നുള്ളതായിരിക്കും കണ്ടത്, എന്താ അറിയില്ല. ഏതായാലും അദ്ദേഹം കേസ് ഫയൽ ചെയ്തു, രണ്ടാമത് റിട്ട് ഫയൽ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വിധിക്ക്, ബാലകൃഷ്ണൻ ഏറാടി വിധിക്ക് അവർ അപ്പീൽ പോയായിരുന്നു. ആ അപ്പീലിൻ്റെ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി. അത് ഞാൻ വക്കീലിന് കൊടുക്കാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ രണ്ടാമത്തെ റിട്ടിന് നമ്പർ എത്രയെന്ന് ചോദിച്ചു. അപ്പോൾ ACC ഒന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്നതിന് ശേഷം എന്നെ ഒരു മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, സാറേ രണ്ടാമത് റിട്ട് ഫയൽ ചെയ്തില്ല, ഞാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു മിസ്റ്റേക്കാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, സാറിന് ജോലി മതിയല്ലോ, നമുക്ക് അടുത്ത പോസ്റ്റ് എങ്ങനെ കിട്ടുമോ എന്ന് നോക്കാം പറയും. അങ്ങനെ ഇതങ്ങ് പ്രസ് ചെയ്യണ്ട, ഈ കേസിൽ മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വായിന്നൊരു വചനം വന്നു. ആദർശശുദ്ധിയൊക്കെ നല്ലതാണ്. മഹാത്മാഗാന്ധി എന്ത് നേടിയെന്ന് എന്നോട് ചോദിച്ചു. ഈ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആദർശശുദ്ധിയോട് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടും അദ്ദേഹം എന്ത് നേടി എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാനതിന് മറുപടിയല്ല പറയുന്നത്, എൻ്റെ കേസ് കെട്ട് തന്നാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ കേസ് കെട്ട് തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന്, അപ്പോൾ എൻ്റെ എതിർകക്ഷി വളരെ ശക്തമാണ്. DO എനിക്ക് പകരം നിയമിച്ച ടീച്ചർ വളരെ സാമ്പത്തിക ശേഷിയുള്ളത്, മാനേജർ വേറെ, എൻ്റെ എതിർ കക്ഷികളെല്ലാം വളരെ ശക്തമാണ്. ഞാൻ വെറും ഒരു ശിശുവാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ ഞാൻ കേസിന് പോകുന്നത് എങ്ങനെയാണ്, എന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ അന്ന് എൻ്റെ ഫാദർ എൻ്റെ കൂടെയുണ്ട്. ഫാദറിൻ്റെ കയ്യിൽ ഞാൻ കേസ് ഇട്ട് കൊടുത്ത് വീട്ടിലേക്ക് വിട്ടിട്ട് ഞാൻ അന്ന് വീട്ടിൽ പോയില്ല. ഞാൻ എറണാകുളം ടൗണിലൂടെ കുറേ നടന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ അതെല്ലാം ഉണ്ട്. അവസാനം ഞാൻ കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. എനിക്കുള്ള ആത്മപ്രേരണ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല, അതങ്ങനെ ഒരു സിറ്റുവേഷനാണ് അത്. ഞാൻ കേസിന് പോകേണ്ട യാതൊരു സാഹചര്യം, എനിക്ക് സാമ്പത്തികമായ യാതൊരു ശേഷി എനിക്കില്ല. കുറേ ട്യൂഷനുണ്ട്. അന്ന് LIC ബിസിനസ് ചെയ്യുന്ന കാര്യമായിട്ട് അതിനു മുമ്പ് തന്നെ LIC ബിസിനസ്സൊക്കെ പോയായിരുന്നു. അങ്ങനെ ഇങ്ങനെയായിട്ട് ട്യൂഷനായിട്ടും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പൈസ കിട്ടും, അതുകൊണ്ട് കേസ് നടത്തണം. അങ്ങനെ ഇരുന്നപ്പോൾ
ഞാൻ റോഡിൽ നടന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു, നീതി നീക്കിയത്. അവിടുത്തെ അഡ്വക്കേറ്റിൻ്റെ പേര് CS അനന്തകൃഷ്ണൻ അയ്യർ എന്നാണ്. അങ്ങനെ ഒരു പേരെൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഈ അനന്തകൃഷ്ണനെ അറിയാൻ വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയുടെ അന്ന് മൻമോഹൻ പാലസാണ് ഹൈക്കോടതി, പുതിയ കെട്ടിടമല്ല, പഴയ കെട്ടിടമാണ്. അവിടെ ഞാനിങ്ങനെ പലരെയും വായിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊരു ക്ലർക്കിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് വാമന മല്ലൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റാണ് CS അനന്തകൃഷ്ണൻ അയ്യർ. അപ്പോൾ ഈ വാമന മല്ലൻ്റെ പെരുമാറ്റം എനിക്ക് വളരെ ഇഷ്ടമായി. നല്ലൊരു ക്ലർക്കാണെന്ന് എനിക്ക് തോന്നി, സത്യസന്ധമായിട്ട് പോകുമെന്ന് തോന്നി. അതുകൊണ്ട് കേസ് ഞാൻ CS അനന്തകൃഷ്ണർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ രണ്ടാമത്തെ അധ്യായം കുറേ ഗവൺമെൻറ് ഓർഡറിൻ്റെ കോപ്പിയൊക്കെ ഇതിലുണ്ട്. CS അനന്തകൃഷ്ണൻ കേസ് മേടിച്ചു. കേസ് മേടിച്ചിട്ട് അദ്ദേഹം ബാധിച്ചു. കുറേ കാലം നീണ്ടുപോയി, കേസ് നീണ്ടുപോയെങ്കിലും അന്ന് കേസ് വന്നത് ജസ്റ്റിസ് MU ഐസക്കിൻ്റെ ബെഞ്ചിലാണ്. MU ഐസക് എനിക്കൊരു ജഡ്ജ്മെൻറ്റ് തന്നു. എന്നെ ഇമ്മീഡിയറ്റായിട്ട് സ്കൂളിൽ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന്, എനിക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡാമേജസ് തരണമെന്നും പറഞ്ഞ് കോടതി ചെലവ് സഹിതം കോടതി വിധിച്ചു. ആ വിധിയുടെ പകർപ്പ് മുഴുവൻ ഇതിലുണ്ട്, പുസ്തകത്തിലുണ്ട്. അതിൽ DOയെ സസ്പെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നീതി നിർവഹണത്തിനുള്ള അഭിവാഞ്ചം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ജസ്റ്റിസ് ഐസക്ക് ഒരു പ്രസ്താവന നടത്തി. ഇതിൽ DOന് ജോലി പോകുന്ന സിറ്റുവേഷനായി. പ്രശ്നം എൻ്റേതല്ല, അവരുടേതായിട്ട് മാറി. ആ വിധിക്ക് അവർ അപ്പീൽ പോയി. ഈ അപ്പീൽ കുറേ കാലം നീണ്ടുപോയി. 1972 എനിക്ക് 5 കേസ് നടത്തണം. എനിക്ക് അവർ കൊടുത്തിരിക്കുന്ന അപ്പീലിൻ്റെ പുറത്ത് കേസും, അങ്ങനെ എന്നെ കേസ് നടത്തി വിമിഷ്ടപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ഉദ്ദേശം. അങ്ങനെ ഞാൻ കേസിന് വളരെ കഷ്ടപ്പെട്ടു. ഇരിക്കുന്ന കാലത്ത് എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത, അതായത് സാമ്പത്തികമായിട്ടും മറ്റുള്ള രീതിയിലെല്ലാം എനിക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ട സമയം ഞാൻ നാട് വിട്ടു പോയി. ഇവിടെ നിന്ന് 1972 എൻ്റെ വനവാസ കാലത്തെ അക്ഷയനിധി എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്റർ പുസ്തകത്തിലുണ്ട്. വനവാസ കാലത്തെ അക്ഷയനിധി. ഞാൻ വൈകുന്നേരം 5:30 മഞ്ചേരി ടൗണിൽ ഇറങ്ങി. തൃപ്പൻചി സ്കൂളിൽ അന്ന് 2-3 പോസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പത്രത്തിൽ വായിക്കാനിടയായി. അങ്ങനെ ആ അറിവിലാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. തൃപ്പൻചി സ്കൂളിൽ പോയിട്ട് ജോലി കിട്ടുമെന്ന് നോക്കാം എന്ന് വിചാരിച്ച് പോവുകയാണ്. അവിടെ ഒരു അതിൽ ഈ പുസ്തകത്തിലെ വചനങ്ങളെല്ലാം ദിവ്യമാണ്. അത് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ളതല്ല. ഞാൻ മഞ്ചേരിയിൽ നിന്ന് നടന്നു പോവുക തൃപ്പൻചിക്ക്. 6:30 സമയമായി. ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ വന്നു. നിങ്ങൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചെന്നോട്. ഞാൻ തൃപ്പൻചി സ്കൂളിലേക്ക് അവിടെ ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോകുന്നതാണ്. എൻ്റെ നാട് എറണാകുളമാണ്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ നാട് എറണാകുളമാണ്, ഒരു ജോലി കിട്ടുമെന്ന് അറിയാൻ പോകുന്നതാണെന്ന് പറഞ്ഞു. അയ്യോ, ഇപ്പോൾ തൃപ്പൻചിക്ക് പോയി അവിടെ എവിടെയാണ് രാത്രി ഉറങ്ങുന്നതെന്ന് ചോദിച്ചെന്നോട്. അന്നേരമാണ് എനിക്ക് അയ്യോ രാത്രിയാവുന്നു, രാത്രി കഴിഞ്ഞുകൂടുന്നല്ലോ, എവിടെ കഴിഞ്ഞുകൂടും. അന്നേരം എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ വരുന്നത്, ഭക്ഷണത്തെക്കുറിച്ച് എനിക്ക് പ്രശ്നമില്ല, മാനസികമായിട്ട് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും താമസത്തെക്കുറിച്ച് ഞാൻ അന്നേരം ഓർക്കുന്നത്. രാത്രി എവിടെയെങ്കിലും അന്തി ഉറങ്ങണോ. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിച്ച് പോകുന്നു, സാറേ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകണ്ട, അതാണ് നല്ലത്. എൻ്റെ ഒരു കൂട്ടുകാരനോട് ഒരു ഗണകനുണ്ട്, അദ്ദേഹം മാഷാണ്. ഇന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടക്കാൻ പറ്റുമായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വീട്ടിൽ പോയി. എന്നെ അവിടെ കൊണ്ടുപോയിട്ട്, ഇത് എറണാകുളത്ത് നിന്ന് വരുന്ന ഒരാളാണ്, ജോലി അന്വേഷിച്ച് പോവുകയാണ്, ഇന്ന് ഇവിടെ ഒന്ന് അന്തി ഉറങ്ങട്ടെ, അദ്ദേഹത്തിൻ്റെ റിലേറ്റഡ് വീടാണ്. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അന്ന് രാത്രി അവിടെ കിടന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഇവിടെ ഒരു ആരാണ്, 1 മണിക്കൂർ ആയിട്ടില്ല, ഒരു 3/4 മണിക്കൂറേ ആയിട്ടുള്ളൂ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിട്ട്. ഇദ്ദേഹം എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോരുന്നത് എന്താ, അയ്യോ എനിക്ക് വല്ല പ്രശ്നമായിട്ടായിരിക്കും എന്താണെന്ന്. ഏതായാലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ആശയം ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പൂവിൽ ഒളിഞ്ഞിരിക്കുന്നതായ പ്രാണി തലയിൽ ചൂടുമ്പോൾ തലയിൽ കയറാൻ ഇടയാകുന്നു. ഞാനൊരു നിസ്സാരമായ ഒരു പ്രാണിയാണ്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എന്നൊരാൾ കണ്ടു. അദ്ദേഹം മൂലം എനിക്ക് ഒരു ശിരസിൽ ഒരു ചൂടാനായിട്ടൊരു അവസരം കിട്ടുവാണെങ്കിൽ ആവട്ടെ, അതായിരിക്കും ദൈവം കണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനങ്ങ് പോകുന്നത്. എന്താപത്ത് വരട്ടെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞ. സത്യത്തിൽ അദ്ദേഹത്തെ ദൈവം എനിക്ക് എത്തിച്ചു തന്ന ഒരു സഹായിയാണ്. അന്ന് ഞാൻ അവിടെ അവരെന്നെ വളരെ ഹാർദമായിട്ട് സ്വീകരിച്ചു. കാര്യങ്ങളൊക്കെ വന്ന് രാത്രി ഞാൻ അവിടെ ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉറങ്ങിയെന്ന് വേണം പറയാൻ. രാത്രി ഞാൻ അവിടെ കഴിച്ചു കൂട്ടി. രാവിലെ എഴുന്നേറ്റ് ഞാൻ തൃപ്പൻചിക്ക് പോയി.
തിരുപ്പനച്ചിക്ക് സ്കൂളിൽ ചെന്നപ്പോൾ 5 പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് ആ പോസ്റ്റൊക്കെ ഫില്ലായിപ്പോയി. അവിടെ ഇപ്പോൾ പോസ്റ്റ് ഇല്ല. ഇനി പിന്നെ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഞാൻ പലരെയും പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ബാംഗ്ലൂർ പഠിച്ചിരുന്ന ഒരു അധ്യാപകൻ ഈ തിരുപ്പനച്ചി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2ാമത്തെ രാത്രി ഞാൻ ആ സാറിൻ്റെ കൂടെ കിടന്നു. 3ാമത്തെ ദിവസം അവിടെ അടുത്ത് വർഗീസ് രവി എന്ന് പറയുന്ന 2 പേര് ലക്കി വില്ല എന്ന് പറഞ്ഞ ലോഡ്ജുണ്ട്. അത് ഞാൻ ആ പുസ്തകത്തിൽ അവരുടെ ഫോട്ടോ അതിലുണ്ട്. ലക്കി വില്ല. ഞാൻ അവരുടെ കൂടെ അവരുടെ പാത്രം കഴുകി അവരുടെ ഭക്ഷണം കഴിച്ച് ഞാനും ഭക്ഷണം പാകം ചെയ്ത് അവരുടെ കൂടെ കുറേ കാലം കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ നിലമ്പൂരുണ്ട്. അന്ന് സെൻറ്റ് മേരീസ് റൈസ് മില്ല് ഉപ്പട PO ചുങ്കത്തറ എന്നുള്ള അഡ്രസ്സ് എനിക്കുള്ളത്. അപ്പോൾ ഉപ്പടയ്ക്ക് പോകാൻ ഞാൻ ബസ്സിന് നിലമ്പൂർ പോകാൻ ഉദ്ദേശിച്ചു. അവിടെ ചെന്നു. അന്ന് ഞാൻ ചേട്ടനെ കണ്ടില്ല അവിടെ. അപ്പോൾ അവരന്ന് അവിടെ താമസിച്ചിരുന്ന റൈസ് മില്ല് വളരെ കഷ്ടകരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു റൈസ് മില്ലാണ് അവരവിടെ. ആ വീട് ഫാമിലിയായിട്ട് അവിടെ താമസിക്കുക. ചേട്ടൻ അന്ന് അവിടെ ഇല്ല. ഞാൻ അവിടെ അന്ന് രാത്രി കഴിച്ചു കൂട്ടിയിട്ട് ഞാനിങ്ങനെ മഞ്ചേരി അടുത്ത് തിരുപ്പനച്ചി താമസിക്കുന്നുണ്ട്, ചേട്ടൻ വരുമെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. നിലമ്പൂർ വന്ന് കുറേ സമയം ചിലവാക്കി ഒരു ജോലി കിട്ടുമെന്ന് അറിയാൻ ശ്രമിച്ചു. മഞ്ചേരിയിൽ വന്നു. മഞ്ചേരിയിലും കുറേ പേരെ കണ്ട് സംസാരിച്ചു. ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് വന്നതാണ്, സ്കൂളിൽ എവിടെയെങ്കിലും ഒരു പോസ്റ്റ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോന്നു. ലോഡ്ജിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പോയ കാര്യങ്ങളൊക്കെ ലോഡ്ജിൽ കൂട്ടുകാരോട് പറഞ്ഞു. അവിടെ വർഗീസും രവിയും 2 പേരാണ് ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഒരു 4 പേരുടെ വന്ന ഗ്രൂപ്പ് ഫോട്ടോയിലുണ്ട് അവരുടെ. ഞാൻ അവരുടെ കൂടെ കഴിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ജീവിത ശൈലി കണ്ടിട്ടോ ദൈവം എനിക്ക് കയ്യിൽ തന്നതായിട്ടോ അടുത്ത ഒരു സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ റിട്ടയർ ചെയ്യുക ഏപ്രിൽ മാസം അവസാനം. അപ്പോൾ അതിനോടനുസരിച്ച് അദ്ദേഹം ലീവ് എടുക്കുക. ആ ലീവ് പോസ്റ്റിൽ എന്നെ അപ്പോയിൻ്റ് ചെയ്തു. ഒരു 4 മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ്. ഈ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുന്നത് ആകപ്പാടെ എനിക്കൊന്നുമില്ല. ഞാൻ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനായിട്ട് തന്നെ എന്നോണം ജീവിച്ചു പോവുക. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ തിരുപ്പതി ജോലി ചെയ്യുമ്പോൾ എന്നെ അന്വേഷിച്ച് 2 പേര് വന്നു നിലമ്പൂരിൽ നിന്ന്. അതിലെൻ്റെ ഈ പറഞ്ഞ ചേട്ടനും വേറെ ആളും കൂടിയാണ്. ചുരുക്കത്തിൽ ഞാൻ പറയുക, അവരെന്നെ കൂട്ടിക്കൊണ്ട് പോയി നിലമ്പൂർ കൊണ്ടുപോയി. അന്ന് രാത്രി ശനിയാഴ്ച ദിവസമായിരുന്നു. ഞായറാഴ്ച അവധിയായതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിലമ്പൂർ പോയി. ഈ 2 പേര് വന്നിരുന്നു എന്ന് പറയുന്ന ആൾ ഒരു 3 മണിക്കൂർ സമയം ഞങ്ങൾ ബസ്സിലും യാത്ര ചെയ്തു. ഇങ്ങനെ ഒരു അക്ഷരം പോലും അദ്ദേഹം എന്നോട് മിണ്ടിയില്ല. എൻ്റെ ചേട്ടൻ മാത്രമാണ് എന്നോട് സംസാരിച്ചത്. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ആദ്യത്തെ പള്ളിക്കൂടത്തിൽ ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. തലക്കോടിൽ സ്കൂളിൽ ജോലിക്ക് പ്രവേശിച്ചു എന്നാണ് ചേട്ടൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്ന് നന്നായി, ഏതായാലും കണ്ടു എന്ന് പറഞ്ഞ് ഉപ്പട അടുത്തപ്പോൾ അയാൾ വേറൊരു വഴിക്ക് പോയി, ചേട്ടൻ വേറൊരു വഴിക്ക് പോയി. ഞാൻ ചേട്ടൻ്റെ പുറകെ പോയപ്പോൾ ചേട്ടനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പൗലോസേ, നിനക്ക് ഞാനൊരു കല്യാണം ആലോചിക്കുക. ആ കല്യാണം ആലോചിക്കുന്ന പെണ്ണിൻ്റെ സഹോദരനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പോയത് നാളെ നമുക്ക് ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ പോണ വഴിക്കെന്ന് പറഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല ചേട്ടനോട്. ആ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. വലിയ വീടാണ്, വലിയ ചുറ്റുപാടാണ്, നമ്മുടെയൊക്കെ നിലവാരത്തിലും കുറച്ച് ഉയർന്ന നിലവാരമുള്ളവരാണ്, ദൈവഭക്തിയുള്ളവരാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. ഒരാൾ ഇടക്കര സ്വർണ്ണക്കട നടത്തുകയാണ്, വലിയ ഗ്രാൻഡ് പാർട്ടിയാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് നാളെ അവിടെ പോകണം എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അത്ര വലിയ വീട്ടിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഞാൻ മാത്രമല്ല, എൻ്റെ കേസിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എൻ്റെ അനുജൻ്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ കല്യാണമൊന്നും ആയിട്ടില്ല. ജോലിയൊക്കെ ആയിട്ട് ഞാൻ കല്യാണം നടത്തുള്ളൂ. ഒരു സ്ഥിരമായൊരു വരുമാന മാർഗമായിട്ട് കല്യാണം ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ചേട്ടനോട്. അത് പറഞ്ഞാൽ പറ്റില്ല, നിൻ്റെ ഈ കഷ്ടകാലങ്ങൾ മാറണമെങ്കിൽ കല്യാണം കഴിക്കണമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ചേട്ടൻ എൻ്റെ വീട്ടിൽ കൊല്ലത്തിലൊരിക്കൽ വരുമ്പോഴെനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കണ്ടുകാഴ്ച പേനയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബുക്കോ എന്തെങ്കിലും കാര്യം എനിക്ക് തരാറുണ്ട്. അങ്ങനെ ഒരു ആത്മബന്ധം ഈ ചേട്ടനായിട്ടുണ്ടായിരുന്നു. ചേട്ടൻ നിർബന്ധിച്ചു. ആ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോയി ഞാൻ കണ്ട പെണ്ണിൻ്റെ ഫോട്ടോ അതിൽ വെച്ചിട്ടുണ്ട്. ആദ്യം കാണുന്ന ഫോട്ടോ അതിലുണ്ട്. അപ്പോൾ ഒരു മ്ലാനവതിയായ, അല്പം പോലും പുഞ്ചിരിയില്ലാത്ത ഒരു ഇത്. അപ്പോൾ നിരാശാഭരിതമായ ഒരു ജീവിതം കാഴ്ചപ്പാട് കണ്ട് സംസാരിച്ചു. അപ്പോൾ അന്ന്
അവർക്ക് കുറേ ഭൂമിയുണ്ട്, കൃഷിയാണ് അവരുടെ ജോലി. അപ്പോൾ കൃഷികാര്യങ്ങൾ അമ്മയെ സഹായിക്കും. പള്ളിയിൽ സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്. മർത്തവ്യ സമാജത്തിൽ സെക്രട്ടറിയാണ്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. SSLC ആദ്യം തോറ്റു. ചുങ്കത്തറ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നത്. അവിടെ നിന്ന് തോറ്റിട്ട് മാവേലിക്കര ഒരു മാവൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടാണ് പിന്നെ പഠിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ത്രീയെ കല്യാണമായിട്ട് പോയി കണ്ടു, വർത്താനം പറഞ്ഞു പോകുന്നു. ഭാര്യ വീട്ടിൽ വിവാഹകാര്യമായിട്ട് പോയിട്ട് വന്ന് തൃപ്പൻസിയിൽ ലക്കി വില്ലയിൽ വന്നു, ലോഡ്ജിൽ വന്നു, കൂട്ടുകാരുടെ അടുക്കൽ വന്നു. കൂട്ടുകാരോട് ഞാൻ വിവാഹത്തിന് പോയ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ എന്നെ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ലേഡീസ് ലോഡ്ജ് ഉണ്ടായിരുന്നു. അവിടെ 10-12 ടീച്ചേഴ്സ് താമസിക്കുന്നുണ്ട്. അവർ തെക്ക് കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലയിൽ, എറണാകുളം ജില്ലയിൽപ്പെട്ടവരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർ വിവിധ പള്ളിക്കൂടത്തിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അതിൽ ഒരു സ്ത്രീ എറണാകുളം ജില്ലയിൽപ്പെട്ടതാണ്. അവർ മാത്രമേ ക്രിസ്ത്യാനിയുള്ളൂ, ബാക്കി എല്ലാവരും മറ്റ് മതത്തിൽപ്പെട്ടവരാണ്. എല്ലാവരും ടീച്ചേഴ്സിൻ്റെ ആ ഒരു പരിപാവനത കാത്ത് സൂക്ഷിച്ചു പോരുന്നവരായിരുന്നു എല്ലാവരും. അപ്പോൾ ഒരു ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ എന്നോട് പറഞ്ഞു, സാറേ, സാറിന് സ്ഥിരം ജോലി ഇല്ലെങ്കിലും ഈ എറണാകുളംകാരി ടീച്ചർക്ക് സ്ഥിരം ജോലിയുണ്ടല്ലോ, ആ ടീച്ചർ സാറിനെ ആഗ്രഹിക്കുന്നുണ്ട്, വിവാഹം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ല കാര്യമായിരിക്കും. സാറിൻ്റെ വീടിൻ്റെ ചുറ്റുപാടും ആ ടീച്ചറുടെ വീടിൻ്റെ ചുറ്റുപാടും ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. ഒരേ കാസ്റ്റിൽപ്പെട്ടവരാണ്. പ്രായം കൊണ്ടാണെങ്കിൽ തന്നെ വലിയ വ്യത്യാസങ്ങളില്ല. എനിക്ക് 33 വയസ്സാണ്. ആ ടീച്ചർക്ക് 28 വയസ്സാണ്. അപ്പോൾ പ്രായം കൊണ്ടൊക്കെ ആയിട്ട് ചേരും. സാറ് ഈ കല്യാണം നടത്താനായിട്ട് ഒന്ന് ശ്രമിക്കണമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന മറുപടി, ആ ടീച്ചർ മാത്രമേ എന്നെ ഇഷ്ടപ്പെടുന്നുള്ളൂ, നിങ്ങളാരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചു ഞാൻ. അങ്ങനെ ഇപ്പോൾ വേറൊരു ടീച്ചർ ഈ വിഷയം ഏറ്റെടുത്തു. ആ ടീച്ചർ വളരെ സൗമ്യമായിട്ട്, സ്നേഹമായിട്ട്, വളരെ തന്മയത്തോടു കൂടി വിഷയം അവതരിപ്പിച്ച് എന്നോട് പറഞ്ഞ് വിഷയത്തിലേക്ക് വരുത്തി. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞ ഒറ്റയ്ക്കൊരു അപാകത, ഞാൻ കണ്ട അപാകത, ആ ടീച്ചർ പറഞ്ഞ അപാകത ഇതാണ്: സാറേ, നിങ്ങളുടെ രണ്ടുപേരുടെയും നിറമൊക്കെ യോജിക്കും, പക്ഷേ ഒരു ചെറിയ ഒരു അപാകതയെ കാണാനുള്ളൂ. എന്നേക്കാളൊരു 2-4 ഇഞ്ച് പൊക്കം കൂടുതലുണ്ടെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കല്യാണം നടത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു എന്നോട്. ഞാനൊരു അക്ഷരം വേണ്ടിയില്ല. അപ്പോൾ ഈ 12 ഫിമെയിൽ ടീച്ചേഴ്സും എൻ്റെ കൂട്ടുകാർ ഒരാളും ഇത് നല്ല കാര്യമായിരിക്കും, സാർ ഈ കല്യാണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കണം, ഇതൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ലോഡ്ജിൽ നിന്ന് പോന്നു. ഞങ്ങളുടെ ലോഡ്ജിൽ വന്നു. അവിടെ രവി എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട്. ഈ അധ്യാപകൻ എന്നെ അപ്പച്ചാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്നെ ഒരു അസാധാരണമായിട്ട് എന്നെ സ്നേഹിച്ച് ബഹുമാനിച്ചു പോന്നിരുന്നു. അതിന് കാരണമുണ്ട്, വേറെ കാരണമുണ്ട്. അത് ഞാൻ എൻ്റെ ദിവ്യാനുസാക്ഷ്യം പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ സാറും പറഞ്ഞു, സാറേ, ഇത് നല്ല കാര്യമായിരിക്കും. ആ ടീച്ചർക്കാണെങ്കിൽ വീട്ടിൽ അപ്പനില്ല, അമ്മയേ ഉള്ളൂ. ഒരു നല്ലൊരു ഇതായിരിക്കും. സാറ് ആ കാര്യം ഒന്ന് ആലോചിക്കണം, കാര്യമായിട്ട് ആലോചിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവർ 12 ടീച്ചേഴ്സും എൻ്റെ കൂട്ടുകാർ 2 പേരും ഇതേക്കുറിച്ച് വളരെ നിർബന്ധമായിട്ട് എന്നോട് പറയാനുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലൊരു ചെറിയ ഇളക്കം വന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്താ ചെയ്യുക. എനിക്ക് ഈ കല്യാണം തന്നെ, ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കല്യാണം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, ചേട്ടൻ നിർബന്ധം കൂടിയാണ്. ആ ജോലിയാണെങ്കിൽ ശരിയായിട്ടില്ല, എനിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കല്യാണം നടത്തിയാലോ എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞാൽ, എനിക്ക് 2 പേരെയും തള്ളാനിടയില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. അതാണോ നല്ലത്, ഇതാണോ നല്ലത് എന്നുള്ള ഒരു വേവ്നെസ് എൻ്റെ മനസ്സിൽ വരിക. ഞാൻ 2 പേപ്പർ എടുത്തിട്ട് 2 പേരുടെയും പേരെഴുതിയിട്ട് ഞാൻ ഇത് കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ താഴെ ചെന്ന്, അപ്പോൾ അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന മുറിയുടെ മുകളിൽ കുറേ മുറികൾ വേക്കൻ്റാണ്. അതിലൊരു മുറി എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും പോയി ഇരിക്കാനൊക്കെ ആയിട്ട് എനിക്ക് അനുവദിച്ചു തന്നിരുന്നു. ഞാൻ ആ മുറി പോയിരുന്നിട്ടായി പ്രാർത്ഥിച്ച് ഈ കടലാസിൽ പേരെഴുതി പിടിച്ചിരിക്കുന്നത്. ഞാൻ താഴെ ചെന്ന് ആ രവിയെ വിളിച്ചുകൊണ്ട് വന്നു. ഇതിലൊന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്ത് പേര് കിട്ടിയത് ഇതിലെ കുഞ്ഞമ്മയുടെ പേരാണ്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചത് കുഞ്ഞമ്മയുടെ കല്യാണം നടത്തും. അങ്ങനെ ആ തീരുമാനിച്ചങ്ങനെ പോയി. ആ കല്യാണം നടന്നു പോയി. ആ കല്യാണത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വനവാസകാലത്തെ അക്ഷയനിധി എന്നാണ്. വനവാസം എന്ന് പറയുന്നത്, ഞാൻ 63 മുതൽ 96 വരെ 33 വർഷം അധ്യാപകനായിരുന്നു. എൻ്റെ പെൻഷന് പരിഗണിച്ചിരിക്കുന്നത് 20 വർഷമാണ്. 13 വർഷം
എൻ്റെ വനവാസമായിട്ട് കണക്കാക്കുക. അതെനിക്ക് എണ്ണയിലിട്ട് പൊരിക്കുന്ന അനുഭവം, വേദനാജനകമായ അനുഭവങ്ങളിലൂടെയായി പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചാപ്റ്റർ പുസ്തകത്തിൽ വനവാസകാലം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ആ വിവാഹം നടന്നു.